തമിഴ്നാട്ടിലെ ഈറോഡിൽ നടന്ന കരാട്ടെ കപ്പ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ദ്രാവിഡ് വിജയിനെ ആദരിച്ചു. കായംകുളം പുതുപ്പള്ളി CMS ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദ്രാവിഡ്. PTA നേതൃത്വത്തിലായിരുന്നു ആദരവ്. തമിഴ്നാട്ടിലെ ഈറോഡിൽ നടന്ന ഈറോഡ് കരാട്ടെ കപ്പ് മത്സരത്തിലാണ് പുതുപ്പള്ളി CMS ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ദ്രാവിഡ് വിജയ് സ്വർണ്ണ മെഡൽ നേടിയത്. ദ്രാവിഡ് വിജയിയെ സ്കൂൾ PTA നേതൃത്വത്തിൽ ആദരിച്ചു. ദ്രാവിഡിന്റെ വസതിയിൽ ചേർന്ന അനുമോദന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി വി ശശി ഉദ്ഘാടനം ചെയ്തു. വലിയ സന്തോഷമാണ്. അതായത് ദ്രാവിഡിന്റെ വിജയം എന്നത് നിങ്ങളുടെ പുതുപ്പള്ളിക്ക് CMS സ്കൂളിനും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ കണ്ടല്ലൂരിലും ഒരു അഭിമാനമുണ്ട് ദ്രാവിഡിന്റെ നേട്ടത്തിൽ. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ നാട്ടുകാരിയുടെ മകനാണ് ദ്രാവിഡ് എന്നത്. നാട്ടുകാരിയുടെ ഉപരി എന്റെ അയൽവാസി കൂടിയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് സ്മിതയുടെ മകനാണ് ദ്രാവിഡ് എന്ന് ഞാൻ അറിയുന്നത്. വലിയ സന്തോഷമാണുള്ളത്. പിന്നെ ദ്രാവിഡിന്റെ ഏറ്റവും നല്ലൊരു അനുമോദനമായിരിക്കും ഇത്. ഏതൊരു വലിയ സംഘടനകളും ആരൊക്കെ അനുമോദിച്ചാലും നമ്മുടെ കുടുംബം കൊടുക്കുന്ന അതായിരിക്കും ഏറ്റവും വലുത്. കുടുംബവും ഇമ്പമുള്ളതായിരിക്കണം. ദ്രാവിഡിന്റെ കൂട്ടുകാരും അധ്യാപകരും നൽകുന്ന ഈ ഒരു അനുമോദന ചടങ്ങാണ് അവന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുമോദനം. PTA പ്രസിഡന്റ് TV ബിജുലാൽ അധ്യക്ഷത വഹിച്ചു. PTA മെമ്പറും ദ്രാവിഡിന്റെ അച്ഛനുമായ വിജയനവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നാട്ടുകാർക്ക് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. CMSലെ ഒരു കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ചെറിയ ഒരു അംഗീകാരം പോലും വിശേഷാലരെ വലിയ മനസ്സിലാക്കി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആനന്ദത്തിന്റെ പരമകോടിയിലെത്തുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സ്കൂളിലെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള എനിക്ക് ഈ ഒരു ചടങ്ങും ശിക്ഷ എന്റെ പ്രിയ സുഹൃത്ത് കോളേജ് സഹപാഠിയും PTA പ്രിയങ്കരനായ മെമ്പർ കൂടിയായ വിജയന്റെ മകൻ ദ്രാവിഡ് ഈ ഒരു അംഗീകാരം ലഭിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ ഇന്നത്തെ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാൻ സ്റ്റാഫ് സെക്രട്ടറി ഷാലു ചെറിയാൻ, പ്രഥമാധ്യാപകൻ ജിബി എബ്രഹാം ജോർജ, ഉണ്ണികൃഷ്ണൻ, ബിബി കെ ജോൺ, ജിനു എസ് പോൾ, R വിജയൻ, ബിന്ദു ജോർജ, ഡെവീന ഡേവിഡ്, കാവ്യ, ബിന്ദു മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.